ഹൈക്കോടതി വിധിയിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക് സൊല്യൂഷനെതിരെ ആരോപണങ്ങൾ ആവിയായിപ്പോയെന്ന സൈബർ സഹാക്കന്മാർ വീമ്പ് പറയുമ്പോൾ ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ കേസിൽ മുഖ്യന്റെ കുടുംബത്തിനെ വിടാതെ പിന്തുടരുകയാണ് മറ്റാരുമല്ല, കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ. കറകളഞ്ഞ രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, മികച്ച അഭിഭാഷകൻ കൂടിയാണ് കുഴൽനാടൻ. അതുകൊണ്ട് തന്നെ വീണയെയും മുഖ്യമന്ത്രിയെയും വെറുതെ വിടാൻ ഒരുക്കമല്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് മാത്യു കുഴൽനാടൻ. കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിൽ നിന്നും ഖനനം ചെയ്യുന്ന ഇൽമനൈറ്റ് ധാതു പ്രധാന അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനമാണ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റീറ്റെയിൽസ് ലിമിറ്റഡ്. CMRL വീണ വിജയന്റെ ഉടമസ്ഥതയുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് 2017-20 കാലയളവിൽ വലിയ തുക പ്രതിഫലം നൽകിയെന്ന ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ആരോപണം ആയിരുന്നു മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത്. വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് എന്ന കമ്പനി CMRLന് സോഫ്റ്റ്വെയർ IT സേവനങ്ങൾ നൽകിയതിന്റെ പ്രതിഫലമായാണ് 1,72,00,000 രൂപ നൽകിയതെന്നാണ് കമ്പനിയുടെ വിശദീകരണം. എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ വീണയുടെ കമ്പനി CMRLന് യാതൊരു സേവനവും നൽകിയില്ല എന്നും കൈപ്പറ്റിയ തുക തികച്ചും നിയമവിരുദ്ധമാണെന്നുമാണ് വ്യക്തമാക്കുന്നത്. വീണ CMRL കമ്പനിയുമായി നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ നിയമവിരുദ്ധമായി യാതൊന്നുമില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും വിശദീകരണം നൽകിയത്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ ഉത്തരവ് പ്രകാരം ROC സംഘം തുടങ്ങിവെച്ച വിശദ അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുത്തത്. വീണയ്ക്കെതിരായ മാസപ്പടി കേസിൽ CMRL നിന്നും KSIDCയിൽ നിന്നും നേരത്തെ SFIO വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും KSIDCയും അടക്കം അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. 2016 ഡിസംബറിലാണ് വീണയും അവരുടെ കമ്പനിയും CMRL എന്ന കമ്പനിയുമായി സർവീസ് സോഫ്റ്റ്വെയർ കരാർ ഉണ്ടാക്കുന്നത്. അതിന് പ്രതിഫലമായി 1,72,00,000 രൂപ ഫോർമൽ ബാങ്കിംഗ് റൂട്ടിൽ കൈപ്പറ്റുന്നു. എല്ലാവിധ നികുതിയും ഒടുക്കിയായിരുന്നു എക്സാലോജിക്കിന്റെ ഈ നടപടി. എന്നാൽ CMRL എന്ന കമ്പനി ആദായ നികുതി കണക്കുകൾ കൊടുത്തപ്പോൾ നികുതി വിധേയമായ അറ്റാദായത്തിൽ കുറവ് കാണിച്ചുവെന്നും തെളിഞ്ഞിരിക്കുന്നു. കമ്പനിയുടെ ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി ലാഭം കുറച്ച് കണക്കുണ്ടാക്കിയതായിരുന്നു ഇവർക്കെതിരായ ഇൻകം ടാക്സിന്റെ കേസ്. ആകെ 135.4 കോടി രൂപയുടെ ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി എന്നതാണ് ഈ കേസ്. അതിലൊരിനമാണ് വീണയ്ക്കും കമ്പനിക്കും കൊടുത്ത 1,72,00,000 രൂപയുടെ പണം. ഇൻകം ടാക്സ് ചൂണ്ടിക്കാണിച്ച 135.4 കോടി രൂപയിൽ 134.27 കോടി രൂപയും പെരുപ്പിച്ച ചെലവുകളാണ് എന്ന് CMRL സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ വീണയ്ക്കും കമ്പനിക്കും കൊടുത്തത് സേവനത്തിനുള്ള ചാർജാണെന്നും CMRL വ്യക്തമാക്കിയിരിക്കുന്നു. ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് പരാതിക്ക് തെളിവുകളുടെ പിൻബലമില്ലെന്നും വസ്തുതകളില്ലാതെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുത്ത് അന്വേഷിക്കാൻ സാധിക്കില്ല എന്ന കാരണത്താലാണ് വിജിലൻസ് അന്വേഷണം കോടതി തള്ളിയത്. എന്തായാലും കൂടുതൽ തെളിവുകൾ സമാഹരിച്ച് വീണയ്ക്കും പിണറായി വിജയനുമെതിരെ നിയമ പോരാട്ടം ശക്തമാക്കുമെന്ന സൂചനകളും കുഴൽനാടൻ MLA നൽകിക്കഴിഞ്ഞു.